ഇതെല്ലാം പുതിയ മക്കളാണ്. കഴിഞ്ഞ ദിവസം ഹോംവർക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? യെസ്, ഏതാണ് ഹോംവർക്ക്? ആ, എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി അല്ലേ? എന്നിട്ട് അയച്ചോ എല്ലാരും? ഷോൺ അയച്ചു തന്നു. വാട്ട് അബൌട്ട് ഡാൻ? ഹോംവർക്ക് ചെയ്തായിരുന്നോ? എല്ലാവരുടെയും നെറ്റിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. എനിവേ, take page number 18, example 20. പ്രോപ്പർട്ടീസ് ഒന്നും കൂടി പറയണോ? ഞാനല്ല, നിങ്ങള്. അത് വേണ്ട. ഓക്കെ, എന്നാൽ എക്സാമ്പിൾ 20. 19 നമ്മൾ ചെയ്തല്ലേ? 20 ചെയ്യാൻ തുടങ്ങിയായിരുന്നോ? എത്ര എണ്ണം ചെയ്തു? ഫസ്റ്റ് ചെയ്തു തോന്നുന്നു. 2 എണ്ണം ചെയ്തു അല്ലേ? ഓക്കെ, എന്നാ തേർഡ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. എന്താ തേർഡ് ക്വസ്റ്റ്യൻ? -16 + 60 ഡിവൈഡഡ് ബൈ -7. അത് ചെയ്താണോ? അത് ചെയ്താന്ന് തോന്നുന്നു. ഫോർത്ത് ചെയ്തോ? -7 + 5 ഡിവൈഡഡ് ബൈ. ഇല്ല, എന്നാ ഫോർത്ത് ക്വസ്റ്റ്യൻ എഴുതിക്കും. -7 + 5 divided by -3 + 1. എങ്ങനെ ഇത് ചെയ്യാം? -7 + 5 divided by -3 + 1. ഇതിനകത്ത് പ്ലസ് ഉണ്ട്, ഡിവൈഡഡ് ബൈ ഉണ്ട്, ബ്രാക്കറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. എങ്ങനെ ചെയ്യും? ആദ്യം എന്ത് ചെയ്യണം? What we have to do first? ഫെയ്ത്ത് പറയുന്നുണ്ടല്ലോ, എന്താ പറഞ്ഞോ? മൈനസോ? എവിടെയാണ് മൈനസ് വരുന്നേ? സൈൻ അല്ലേ മൈനസ്? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ബ്രാക്കറ്റിനകത്തുള്ളത് ഫസ്റ്റ് ആൻസർ കണ്ടുപിടിക്കണം അല്ലെ? ബോർഡ് മാസ് പറഞ്ഞത് ഓർമ്മയില്ലേ? എന്തായിരുന്നു ബോർഡ് മാസ്? നമ്മൾ മാത്സിൽ ഒരു പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ളത് ചെയ്യാം, പിന്നെ ഓഫ് വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡിഷൻ, ഏറ്റവും ലാസ്റ്റ് സബ്ട്രാക്ഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഏത് ചെയ്യണം? ബ്രാക്കറ്റിനകത്തുള്ളത്. ബ്രാക്കറ്റിനകത്ത് ഇവിടെ ഏതൊക്കെ വരുന്നുണ്ട്? -7 + 5 -3 + 1. What is the answer for -7 + 5?
minus 7 plus 5 is equal to minus 2. Minus 7 plus 5 is equal to minus 2. Then the sign divided by the next bracket minus 3 plus 1. What is minus 3 plus 1? Etra Sean? 1. 2, Minus 2. 3 plus 1? Minus 3 2. plus 1. Two is correct answer, but what is the sign? Minus 2. Okay, minus 2. Minus 3 plus 1 is equal to minus 2. Here the question changed to minus 2 divided by 2. What is the answer for minus 2 divided by 2? Sorry, minus 2 divided by minus 2. രണ്ട് same sign ആണെങ്കിൽ എങ്ങനെ നമ്മൾ division ചെയ്യും? The answer will be always positive. Then 2 divided by 2 is equal to 1. The answer is positive 1. മനസ്സിലായോ? Okay, then next question. minus 18 divided by 19 plus 19 plus minus 30. ആൻ മരിയ കട്ടായി പോയോ? minus 18 divided by 19 plus minus 13. ഇതെങ്ങനെ ചെയ്യും? ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യണം. Okay, 30 minus minus 80. What is the answer for that? 30 minus minus 18. ഒന്ന് ചെയ്ത് നോക്കിയേ വേഗം. ആഷിക്ക് ചെയ്യുന്നുണ്ടോ? എന്താ ആൻമരിയ? -12 ആണ് മിസ്സേ. -12. അതെങ്ങനെ -12 വന്നേ? ഫെയ്ത്തിന് എത്ര കിട്ടിയേ? -11. -11. എനിക്ക് കറക്റ്റ് ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഷോണ്ടയിൽ നിന്ന്. എത്രയാ? എങ്ങനെ ചെയ്യണ്ടേ? 2 ഓപ്പോസിറ്റ് സൈൻസ് ഉള്ള ഇന്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോ സബ്ട്രാക്ട് ചെയ്യുമ്പോ എന്ത് ചെയ്യണം? അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യണം അല്ലേ? അങ്ങനെയല്ലേ? അല്ലെങ്കിൽ ഞാൻ വേറൊരു എളുപ്പ വഴി പറഞ്ഞിട്ടുണ്ടല്ലോ, മൈനസും മൈനസും അടുത്തടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നേരെ പ്ലസ് ഇട്ടാൽ മതി. വേറെ ഒരു ചേഞ്ചും വേണ്ട. 2 മൈനസ് അടുത്തടുത്ത് വന്നാല് അത് മാറ്റിയിട്ട് അവിടെ അതിനിടയിൽ പ്ലസ് ഇട്ടാൽ മതി. അപ്പൊ ഇവിടെ എന്ത് വരും? 30 plus 18. 30 plus 18. Then divided by 19 plus minus 13 എത്രയാ? 19 plus minus 13.
എത്രയാ? ഒന്ന് മെസ്സേജ് അയച്ചവര് കിട്ടിയവര്. 19 plus minus 13. രണ്ട് ആൻസറും തെറ്റാ, ഷോണിന്റേതും ആൻമരിയുടെയും. (19 plus minus 13 is equal to 19 minus 13, that is equal to 6. സിമ്പിൾ സബ്ട്രാക്ഷൻ അല്ലേ ഇവിടെ വരുന്നേ? ഇവിടെ ഈ ഇടയ്ക്ക് ഒരു പ്ലസ് വരുന്നുണ്ടെന്നല്ലേ ഉള്ളൂ. ആ പ്ലസ് അങ്ങ് മാറ്റിയാലും ഇവിടെ 19 minus 13 അല്ലേ ഉള്ളൂ. ആൻസർ 6 അല്ലേ? അപ്പൊ എന്തായി ക്വസ്റ്റ്യൻ? 48 divided by 6. എത്രയാ 48 divided by 6? That is equal to 8. ശരിക്കും പറഞ്ഞാൽ ഡിവിഷൻ നല്ല സിമ്പിൾ ആണ്. നിങ്ങൾ പ്രോപ്പർട്ടീസും ബാക്കി അഡിഷനും സബ്ട്രാക്ഷനും അതിന്റെ പ്രോപ്പർട്ടീസും ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ ഈസ് എ സിമ്പിൾ പ്രോസസ്. അത് പഠിച്ചിട്ടില്ലല്ലോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഡിവിഷൻ ടഫ് ആയിരിക്കും, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും പഠിക്കാൻ സമയമുണ്ട്. ഫസ്റ്റ് മുതൽ അഡീഷൻ മുതൽ ഇന്റിജേഴ്സിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ 3 ടോപ്പിക് മാത്രമേ നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുള്ളൂ. അത് ഇപ്പോഴും നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്. ഒന്നും വേണ്ട, അതിന്റെ പ്രോപ്പർട്ടീസ് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് പ്രോബ്ലംസ് തനിയെ ചെയ്യാൻ പറ്റും. ഓക്കെ, then what is the next question? ഇതെല്ലാം ചെയ്തു തരണോ? ഒന്ന് നോക്കിയേ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ അതിൽ ഡൗട്ട് ഉണ്ടോ നോക്കിയേ. എക്സാമ്പിൾ 20 ബാക്കിയുള്ള 3 ക്വസ്റ്റ്യനില് എന്താ ഷോണിന് എന്താ ഡൗട്ട്? ഫെയ്ത്തെ മോനെ സ്റ്റക്ക് ആയിരിക്കാം, മോനൊന്ന് മെസ്സേജ് അയച്ചോ എന്താ ഡൗട്ട് എന്ന് വെച്ചാല്. എഫ് ഒന്നുമില്ല. ആദ്യം ക്വസ്റ്റ്യൻ 250 into minus 32 divided by minus 125 into minus 16 അല്ലേ? ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇത് ചെയ്തതുപോലെ തന്നെ ഇതിൽ നമ്മൾ അഡീഷൻ, ബ്രാക്കറ്റിനകത്തുള്ള അഡീഷൻ ആദ്യം ചെയ്തില്ലേ? അതുപോലെ തന്നെ ബ്രാക്കറ്റിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യാം, എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, പിന്നെ എച്ച് മനസ്സിലായോ? ലാസ്റ്റ് വൺ ഒന്ന് നോക്കിയേ. മനസ്സിലായോ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? minus 16 plus 16 divided by minus 34 minus 42. എന്താ ഷോൺ? എന്റെ ആൻസർ കിട്ടി. എന്റെ ആൻസർ കിട്ടിയോ? എത്ര എന്റെ ആൻസർ? 32 divided by 8 minus 8. 32 divided by, അവിടെ മൈനസ് വരില്ല. കാരണം എന്താ? അവിടെ തന്നിരിക്കുന്ന എല്ലാ നമ്പേഴ്സിന്റെയും ആബ്സല്യൂട്ട് വാല്യൂ എടുക്കണ്ടേ. അതായത് മൈനസ് ഇന്റിജേഴ്സിന്റെ ഒക്കെ ആബ്സല്യൂട്ട് വാല്യൂ എടുക്കണം, പിന്നെ കിട്ടുന്ന സമ്മിന്റെയും ആബ്സല്യൂട്ട് വാല്യൂ എടുക്കണം. അപ്പൊ അവിടെ ആൻസർ ഒരിക്കലും നെഗറ്റീവ് വരില്ല. ആ ക്വസ്റ്റ്യൻ മാത്രമേ ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളൂ.
ഫെയ്ത്തിന് ഏതാ ലാസ്റ്റ് ചെയ്തതാണോ മനസ്സിലാവാത്തെ? ഇപ്പൊ ചെയ്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. 30 minus -18 divided by 19 plus -13. ആ ക്വസ്റ്റ്യൻ ആണോ മനസ്സിലാവാത്തെ? ആൻമിനേക്കാൾ ഡൗട്ട് ഉണ്ടോ ചെയ്തതില്? നോ. ഷോണിന് ഇല്ലല്ലോ? നോ. ഫെയ്ത്തിന് മാത്രമാണോ ഡൗട്ട്? റൈറ്റ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഡൗട്ട് ഇല്ലല്ലോ? ഇനി എക്സാമ്പിൾ 21 ഒന്ന് നോക്കിയേ, പേജ് നമ്പർ 19. Verify that a divided by b plus c not equal to a divided by b plus a divided by c for the given values of a, b and c. A equal to 24, b equal to -8, c equal to 4. Question കണ്ടോ? എന്താ ക്വസ്റ്റ്യൻ? എയുടെയും ബിയുടെയും സിയുടെയും ഓരോ വാല്യൂസ് തന്നിട്ടുണ്ട്. ആ വാല്യൂസ് വെച്ചിട്ട് എന്ത് വെരിഫൈ ചെയ്യണം? a equal to b, sorry, a divided by b plus c not equal to a divided by b plus a divided by c. ആ തന്നിരിക്കുന്ന ഇക്വേഷൻ അതുപോലെ തന്നെയാണോ എന്ന് എന്ത് ചെയ്യണം? ആ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് വെച്ചിട്ട് വെരിഫൈ ചെയ്യണം. എങ്ങനെ ചെയ്യാം? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എങ്ങനെ ചെയ്യാന്ന്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? നോ. You are given an equation that a divided by b plus c that is not equal to a divided by b plus a divided by c. ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇക്വേഷൻ എന്ന് വെച്ചാൽ ഈക്വൽ സൈൻ വരുന്ന ഏതൊരു സ്റ്റേറ്റ്മെന്റിനെയും നമ്മൾ ഇക്വേഷൻ എന്ന് പറയും. ഇവിടെ ഈക്വൽ സൈനിന് പകരം നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഓൾസോ ഈസ് ആൻ ഇക്വേഷൻ. ദെൻ ഈ ഇക്വേഷൻ തന്നിരിക്കുന്ന ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് അവിടെ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് തന്നിട്ടുണ്ട്. a equal to 24, b equal to -8, c equal to 4. ഈ മൂന്ന് വാല്യൂസ് വെച്ചിട്ട് ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം, ചെക്ക് ചെയ്യണം. എങ്ങനെ ചെയ്യും? ആ തന്നിട്ടുള്ള ഇക്വേഷൻ ഓരോ പോർഷനില്ലേ, ഫസ്റ്റ് ഈക്വൽ സൈനിന്റെ RHSലുള്ള പോർഷനും ഈക്വൽ സൈനിന്റെ LHSലുള്ള പോർഷനും അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. എന്നിട്ട് വെരിഫൈ ചെയ്യുക കറക്റ്റ് ആണോ എന്ന്. ആ ക്വസ്റ്റ്യൻ ഒന്ന് ടെക്സ്റ്റിലേക്ക് എഴുതിക്കോ. ഇപ്പൊ എഴുതണ്ട, ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. എഴുതാനുള്ള സ്പേസ് അവിടെ വിട്ടാൽ മതി. a equal to 24 b equal to -8, c equal to 4. ഈ വാല്യൂസ് ആണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്. എന്താ ചെക്ക് ചെയ്യണ്ടേ? a divided by b plus c, b plus c not equal to a divided by b
A divided by B plus A divided by C. ഇതാണ് വെരിഫൈ ചെയ്യേണ്ട ഇക്വേഷൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? LHSലുള്ള ഈ ഒരു പോർഷൻ A divided by B plus C എന്നുള്ള പോർഷന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? എക്കും ബിക്കും സിക്കും തന്നിട്ടുള്ള വാല്യൂസ് കൊടുത്തതിന് ശേഷം അതിന്റെ ടോട്ടൽ വാല്യൂ കണ്ടുപിടിക്കാം. എന്റെ വാല്യൂ എത്രയാ? 24. 24 divided by B minus 8. Minus 8 plus C equal to 4. C equal to 4. ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും? ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്താല് 24 divided by minus 8 plus 4. എത്രയാ minus 8 plus 4? Minus 8 plus 4. ഡിഫറൻസ് കണ്ടുപിടിക്കാം. വലതിന്റെ സൈൻ ഇടാം. എത്രയാ? minus 4. 24 divided by minus 4 എത്രയായിരിക്കും? ടു ഓപ്പോസിറ്റ് സൈൻസിലെ ഇന്റിജേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ആബ്സല്യൂട്ട് വാല്യൂന്റെ കോഷ്യന്റ് കണ്ടുപിടിക്കാം. 24 divided by 4 6. Sign will be negative. And 24 divided by 4 is equal to minus 6. Okay, അപ്പോ നമുക്ക് LHS equal to minus 6 എന്ന് കിട്ടി. ഇനി RHS ന്റെ വാല്യൂ A divided by B. A divided by B. എത്രയാ A divided by B വരുന്നത്? 24 divided by, what is the value of B? Minus 8. 24 divided by minus 8. That is equal to minus 3. 24 divided by minus 8 is equal to minus 3. Then A divided by C is equal to 24 divided by 4. That is equal to 24 divided by 4, 6. Plus 6. എന്തുകൊണ്ടാ plus 6 വന്നേ? 24 positive ആണ്, 4 positive ആണ്. So the answer will be always positive for two integers having same sign. Then A divided by B plus A divided by C is equal to minus 3 plus 6. Minus 3 plus 6 is equal to minus ആണോ? ആണോന്ന് ചോദിച്ചാൽ അല്ല. കാരണം എനിക്ക് ഡൗട്ട് വന്നുകൊണ്ട് ഞാൻ ചോദിച്ചു മൈനസ് ആണോ എന്ന്. അതുകൊണ്ടല്ല. ഓക്കെ, minus 3 plus 6 is equal to 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി ചെയ്തതിൽ നിന്ന്? LHS is equal to minus 6 എന്ന് കിട്ടി അല്ലേ? ഇവിടെ ചെയ്തില്ലേ? നമ്മൾ ആദ്യം A divided by B plus C. LHS is equal to minus 6. RHS എത്ര കിട്ടി? RHS is equal to ഇവിടെ minus 3 plus 6. 3 എന്ന് കിട്ടി. ഇവിടെ LHS ഉം RHS ഉം ഈക്വൽ ആണോ? അല്ലല്ലോ. അപ്പൊ എന്താ തന്നിരിക്കുന്ന ഇക്വേഷൻ
കറക്റ്റ് ആണെന്ന് കിട്ടി. അതായത് LHS is not equal to LHS is not equal to RHS. ഇത്രേ ചെയ്യാനുള്ളൂ. 3 വാല്യൂസ് തന്നിട്ടുണ്ട്, ഒരു ഇക്വേഷനും തന്നിട്ടുണ്ട്. ആ ഇക്വേഷനിൽ തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം, തന്നിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് ഹോംവർക്ക് വേണ്ടേ? എന്തിനാ വരുന്നത്? എനിക്ക് അതിന്റെ ആൻസർ ഒന്നും കിട്ടുന്നില്ല, പിന്നെ ഞാൻ അതിന് ഹോംവർക്ക് തരുന്നു. വേണോ? ഈ സാറ്റർഡേ നിങ്ങളുടെ പാരന്റ്സ് മീറ്റിംഗിന് മുന്നേ 2 ക്ലാസ് ഉണ്ട്, ഇന്നത്തതും അടുത്ത ക്ലാസ്സും. ഈ 2 ക്ലാസ്സിൽ ഞാൻ ഹോംവർക്ക് തന്നിട്ട് ആരൊക്കെ എനിക്ക് ആൻസർ തരുന്നുണ്ട് നോക്കട്ടെ, എന്നിട്ട് വേണം എനിക്ക് പാരന്റ്സ് മീറ്റിംഗ് വന്നിട്ട് ബാക്കി പറയാം. ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 21, എക്സസൈസ് 1C ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 12 എണ്ണം ഉണ്ട്. ജസ്റ്റ് ഡിവിഷൻ മാത്രമേ വരുന്നുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഡിവിഷൻ ആണ്, വേറെ അതിൽ എക്സ്ട്രാ പ്രോസസ് ഒന്നും വരുന്നില്ല. അതൊന്ന് ചെയ്തു നോക്ക് ഹോംവർക്ക് ആയിട്ട്. ഇന്ന് തന്നെ ആൻസർ കിട്ടണം എനിക്ക്. ഇന്ന് രാത്രി 10 മണി വരെ ഞാൻ സമയം തരാം. പേഴ്സണൽ ആയിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. ഓക്കെ, 10 മണിക്ക് മുന്നേ എല്ലാവരും, ഇന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എല്ലാവരും എനിക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം.